ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചന്ന മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. ചപ്പാത്തി, പൊറോട്ട, അപ്പം, ഇടിയപ്പം അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. ചന്ന മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്, വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓവർനൈറ്റ് കുതിർത്തെടുത്തതാണ് കേട്ടോ. 250 ml കപ്പിൽ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. കുതിർത്തിയ കടല നന്നായി കഴുകി വൃത്തിയാക്കി ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കടല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 250 ml കപ്പാണ്. കടലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മുങ്ങി കിടക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരുത്താം. മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുത്താം. അപ്പോഴേക്കും കടലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെയിറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുത്താം. അപ്പോൾ അത് വിസിലൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 തക്കാളിയാണ് വേണ്ടത്. തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് അതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ 4 വിസിലൊക്കെ വന്ന് അതിലത്തെ പ്രഷറൊക്കെ പോയി. ഇനി നമുക്കത് തുറന്ന് നോക്കാം. അപ്പോൾ കടലയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഇത് മാറ്റി വയ്ക്കാം. മസാല തയ്യാറാക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് 3 ഏലക്ക 3 ഗ്രാമ്പൂം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അത് ഞാൻ വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ജീരകം ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ജീരകം മറക്കാതെ ചേർക്കുക. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവോള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സവോളയ്ക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇപ്പോൾ അതാ ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികൾ കൂടെ നമ്മൾ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. മുളക് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരുംജീരകത്തിൻ്റെ പൊടി കേട്ടോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തര 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, എണ്ണയൊക്കെ കുറച്ച് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് കടല ചേർത്ത് കൊടുക്കാം. കടല വേവിച്ച് വെള്ളം കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന്
മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, നമ്മൾ കാരണം കടല വേവിക്കാൻ നമ്മൾ ഇട്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നോക്കി, നമ്മളിനി കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാനുണ്ട്, അതിനുശേഷം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1.5 കപ്പ്. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴാണ് ആ മസാലയ്ക്ക് നന്നായിട്ട് ആ കടലയിലൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ അത് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് ആ കടലയിലൊക്കെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം മല്ലിയില ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചന മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും പുട്ടിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത അടിപൊളി റെസിപ്പിയുമായി വരുന്നതായിരിക്കും. ബൈ ബൈ. താങ്ക് യു.